പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഏതൊക്കെയാണോ അതിൽ വരുന്ന ആർട്ടിക്കളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അവസാനത്തെ ആർട്ടിക്കിളായിട്ടുള്ള ആർട്ടിക്കിൾ 32 പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇനി വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡികൾക്ക് ഒരുപാട് റെമഡികളായിട്ട് ഒരുപാട് റിറ്റ്സുകളൊക്കെ സുപ്രീം കോടതിയും അതേപോലെ നമ്മൾ ഗവൺമെൻറ്റൊക്കെ പുറത്തിറക്കാറുണ്ട്. അത്തരത്തിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് റിട്ട് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു റിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ഓർഡറാണ്. ഫോർമൽ ആയിട്ടുള്ള ഒരു ഓർഡർ ഒരു സോവറൻ ഗവൺമെൻറ് ഒരു സുപ്രീം കോർട്ടോ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള ഓർഡറിനാണ് റിട്ട് എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓഫീസറോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ ഒരു സ്പെസിഫിക് ആക്ഷൻ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പറയുന്ന അവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന കോർട്ട് ഓർഡറാണ് റിട്ടുകൾ. അത് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത്തരത്തിലുള്ള കോർട്ട് ഓർഡറുകൾക്കാണ് റിട്ട് എന്ന് പറയുന്നത്. സുപ്രീം കോടതി നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ റിട്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള റിട്ടുകളാണ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർട്ടിയോറാറി ആൻഡ് ക്വോ വാറന്റോ. ഇനി ഇതിൽ ഓരോന്ന് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഓരോന്നിനും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കോർപ്പസ്, ഹേബിയസ് കോർപ്പസ് എന്നുള്ളത് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ മീനിങ് യു മേ ഹാവ് ദ ബോഡി എന്നുള്ളതാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഈ റിട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഹേബിയസ് കോർപ്പസ് എന്നുള്ള ഈ റിട്ട് ഇഷ്യൂ ചെയ്യാൻ ആകെ സാധിക്കുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സണെ നിയമപരമല്ലാതെ ആരെങ്കിലും തടവിൽ പാർപ്പിച്ചിട്ടുണ്ടെന്ന് കരുതാം. അത് പോലീസാവാം അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും ആവാം. അങ്ങനെ നിയമപരം അല്ലാതെ അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിച്ച് ആ പേഴ്സണെ അവരിൽ നിന്ന് തടവിൽ നിന്ന് മോചിപ്പിക്കാം. അപ്പോൾ ഈ കോടതി എന്ത് ചെയ്യും, ഇത് ഡിറ്റൻഷൻ ലീഗലാണോ എന്നുള്ളത് ആദ്യം റിവ്യൂ ചെയ്യും. കോടതി റിവ്യൂ ചെയ്തിട്ട് അത് ലീഗലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ട്രയൽ ചെയ്യാൻ പറയും. അതായത് വിചാരണ ചെയ്യാൻ പറയും. കോടതിയിൽ കാരണം കാണിച്ച് കുറ്റം എന്താണെന്ന് പറഞ്ഞ് വിചാരണ ചെയ്യിപ്പിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആളെ റിലീസ് ചെയ്യിപ്പിക്കും. അടുത്ത് നോക്കുന്ന റിട്ടാണ് മെൻഡേമസ്. മെൻഡേമസ് എന്നുള്ളത് ഒരു ലാറ്റിൽ നിന്നുള്ള അടുത്ത വേർഡാണ്. വി ഓർഡർ എന്നാണ് അതിൻ്റെ മീനിങ്. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ മാത്രമാണ് ഈ റിട്ട് പാസ്സാക്കാറുള്ളത്. അവർക്ക് മാത്രമാണ് ഇത് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇത് ഒന്നില്ലെങ്കിൽ അവരുടെ ഈ മെയിൻ കോടതികളുടെ താഴെയുള്ള കോടതികളോ അല്ലെങ്കിൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി അവർ പെർഫോം ചെയ്യണം എന്ന് പറയുന്ന ഓർഡറാണ് മെൻഡേമസ്. അവരോട് പറയുന്ന ഡ്യൂട്ടി അവരുടെ ജൂറിസ്ഡിക്ഷൻ, അവരുടെ അധികാരപരിധി, അവരുടെ പരിധിയുടെ ഉള്ളിൽ വരുന്ന ഡ്യൂട്ടികൾ നിർബന്ധമായിട്ടും അവരോട് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഓർഡർ ഇടുന്നതാണ് മെയിൻ്റെനൻസ്. പ്രൊഹിബിഷൻ, അടുത്തൊരു റിട്ടാണ് പ്രൊഹിബിഷൻ. ഈ റിട്ടും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഇഷ്യൂ ചെയ്യാൻ ഓർഡർ ചെയ്യാൻ കഴിയുള്ളൂ. ഈ മറ്റുള്ള റിട്ടുകൾ പോലെ തന്നെ ഇവരുടെ ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെയോ ലോവർ കോർട്ടുകൾക്ക് അല്ലെങ്കിൽ ട്രൈബ്യൂണലുകൾക്ക്, അതായത് നിയമ സംവിധാനങ്ങൾക്ക് അവരോട് ഒരു സെർട്ടൈൻ ആയിട്ടുള്ള പ്രൊസീഡിങ്സുകൾ നിർത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഓർഡറാണ് പ്രൊഹിബിഷൻ. അത് അവർ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ കാര്യം അൺജസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള കാര്യങ്ങളാണ്, അവരുടെ അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരോട് അത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കോർട്ട് ഓർഡറാണ് പ്രൊഹിബിഷൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ജഡ്ജ് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ താല്പര്യത്തിനനുസരിച്ചിട്ട് കേസിനെ കൊണ്ടുപോകുകയാണ്, നീതി നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നീതി നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം ഹിയറിംഗ് കൊണ്ടുപോകുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെ നിരോധിക്കാനുള്ള സംവിധാനമാണ് പ്രൊഹിബിഷൻ എന്നുള്ളത്. ഈ റിട്ടും പാസ്സാക്കുന്നത് ഹൈക്കോടതിയാണ്. ലോവർ കോർട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ റിട്ട് പാസ്സാക്കുന്നത്. ഇതിന് മുന്നേ പറഞ്ഞ പ്രൊഹിബിഷൻ റിട്ട് പോലെ തന്നെ രണ്ടും ഈ സെർട്ടിയോററി പ്രൊഹിബിഷൻ രണ്ടും കോർട്ടുകൾക്കോ ട്രൈബ്യൂണലുകൾക്കോ അവരുടെ ജുഡീഷ്യൽ പവറിനെ ചോദ്യം ചെയ്യുന്ന ഓർഡറുകളാണ്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ജൂറിസ്ഡിക്ഷൻ എക്സസ്, അവരുടെ അധികാരപരിധിക്ക് അപ്പുറത്തേക്ക് അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് അബ്യൂസ് നേരിടുകയാണെങ്കിൽ അതിനെ തടുക്കുന്ന റിട്ടാണ് സെർട്ടിയോററി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുഖേന ലോവർ കോർട്ടിലുള്ള കേസുകൾ അതിൻ്റെ അപ്പർ കോർട്ടിലേക്ക് മാറ്റാൻ കഴിയും. ഇപ്പോൾ ജില്ലാ കോടതികളുടെ കേസുകൾ ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ സെർട്ടിയോററി മുഖേന സാധിക്കും. പിന്നെ ഇതിൽ ഒരു കാര്യം പറഞ്ഞാൽ, പ്രൊഹിബിഷൻ ഈസ് ഫോർ ഏർലിയർ സ്റ്റേജസ് വൈൽ സെർട്ടിയോററി ഈസ് ഫോർ ലേറ്റർ സ്റ്റേജസ്. റിട്ടാണ് ക്വോ വാറന്റോ എന്നുള്ള ഒരു ലാംഗ്വേജും എടുത്തുള്ളത് ലാറ്റിനിൽ നിന്നാണ്. ഇതിൻ്റെ മീനിങ് വരുന്നത് വാട്ട് ഈസ് യുവർ അതോറിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, ഏതെങ്കിലും ഒരാൾ അയാൾക്ക് എൻടൈറ്റിൽ ചെയ്യപ്പെടാത്ത, അയാൾക്ക് അധികാരമായിട്ട് കിട്ടാത്ത ഒരു പൊസിഷനിൽ കയറി ഇരുന്ന് അയാൾ അവിടുത്തെ ആളാണെന്ന് പറയുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന കോടതി ഓർഡറാണ് ക്വോ വാറന്റോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പബ്ലിക് ഓഫീസിൽ, അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാവാം, മുഖ്യമന്ത്രിയുടെ ഓഫീസാവാം, അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓഫീസുകളിലെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് പൊസിഷനുകളാവാം അല്ലെങ്കിൽ സാധാ പൊസിഷനുകളാവാം, ആ പൊസിഷനിൽ ഒരാൾ അർഹതയില്ലാത്ത ഒരാൾ കയറിയിരുന്ന് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഓർഡറാണ് ക്വോ വാറന്റോ, വാട്ട് ഈസ് യുവർ അതോറിറ്റി.